ജീവനെ നാം വാഴ്ത്തിയിടുന്നു. സ്തോമൻ കാലോസ് നാം എല്ലാവരും സഭയായി തിരഞ്ഞെടുത്ത എല്ലാവിധ കളങ്കങ്ങളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും തന്റെ വിജയരക്തത്താൽ അവളെ വെടിപ്പാക്കുകയും ഭൗമിക സഭയ്ക്ക് വിവാഹ നിശ്ചയം ചെയ്ത താൻ തന്നെ അവൾക്ക് വരനായി തീരുകയും അശുദ്ധ പിശാചുകളുടെ ദാസ്യത്തിൽ നിന്ന് അവളെ രക്ഷിച്ച സർവവിധ കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം നൽകുകയും ചെയ്ത സ്വർഗീയ മണവാളനെ സ്തുതിയും തൻ്റെ സഭയുടെ വിവാഹ വിരുന്നിലേക്ക് എല്ലാ വിജാതികളെയും സുജാതികളെയും ദീർഘദർശിമാരെയും സ്ലീഹന്മാരെയും സകലവംശങ്ങളെയും ക്ഷണിച്ചവനായ കർത്താവ് വാഴ്ത്തപ്പെടുവനാകുന്നു. തൻ്റെ ദാസരുടെ മോതിരവാഴ്വിൻ്റെ ഈ സമയത്തും സകല പെരുന്നാളുകളുടെ നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും ദൈവമേ അടിയങ്ങളായി സോടുകൂടിയിരിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ആരാധനയും അവിടുത്തേക്ക് യോഗ്യമാകുന്നു. മനുഷ്യരുടെ സഭയ്ക്ക് നശിച്ചു പോകാത്ത വിധത്തിൽ നീ അനുഗ്രഹങ്ങൾ നൽകുകയും പരിമളവാസന കൊണ്ട് ദൈവോട് അതിനെ നിറയ്ക്കുകയും ചെയ്തു. നിന്റെ ദൈവിക ഐശ്വര്യങ്ങൾ കൊണ്ട് കുറവ് വരാതിരിക്കുമാറ് നീ അതിനെ ഐശ്വര്യപ്പെടുത്തി. മഹത്വ വസ്ത്രം നീ അതിനെ ധരിപ്പിച്ച് വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും അതിനെ വിവാഹ നിശ്ചയം നടത്തി അതിനെ നിനക്ക് വധുവാക്കി തീർക്കുകയും ശത്രുവിന്റെ തലയിൽ ശക്തിയോടെ ചവിട്ടുകയും ചെയ്തു. ജയകരമായ നിന്റെ ശരീരരക്തങ്ങൾ അതിന് മോതിരമായി വെടിപ്പോടെ നീ നൽകുകയും അതിനെ നീ സന്തോഷിപ്പിച്ച നിന്റെ യോഗ്യതയേറിയ പ്രകാശത്താൽ മഹിമയോടെ പ്രകാശിപ്പിച്ചു. ദൈവികമായി നീ അതിന് നൽകിയ നൽവരത്താൽ നിന്റെ കൂടെ അതിനെ നീ വസിപ്പിച്ചു. പരിശുദ്ധ സ്ലീഹന്മാർ മൂലം ക്രമമായി അതിന് നീ പൂർണ്ണത നൽകുകയും ചെയ്തു. ഭാര്യാഭർത്താക്കന്മാരുടെ സന്തോഷം മോതിരത്താൽ പൂർത്തീകരിക്കപ്പെടുകയും വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നവരുടെ ആനന്ദം മോതിരത്തിൽ കൂടി ഏകീകരിക്കപ്പെടുകയും ചെയ്യണമെന്ന് നിശ്ചയിച്ചവൻ നീയാവുന്നു. ദൈവം തമ്പുരാനെ ഇപ്പോൾ അങ്ങയുടെ അഭിഷിക്തൻ ആശീർവദിക്കുന്നതായി മോതിരങ്ങളെ നീ സന്തോഷപൂർവം അനുഗ്രഹിക്കണമേ. ഈ മോതിരങ്ങളെ നീ അനുഗ്രഹിക്കുകയും ശാപമായിരുന്നത് ഇതിനാൽ വിശുദ്ധമായി തീരുവാൻ കൃപ നൽകുകയും ചെയ്യണമേ എന്ന് നിന്നോടടിയങ്ങൾ അപേക്ഷിക്കുന്നു. കാരുണ്യവാനായ ദൈവം തമ്പുരാനെ, നിന്റെ പരിശുദ്ധ സഭയുടെ മോതിരത്തെ നീ അനുഗ്രഹിച്ചതുപോലെ നിന്റെ ദൈവീക അനുഗ്രഹങ്ങളാൽ ഈ മോതിരങ്ങളെയും അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനായ മണവാളനും പുത്രിയായ മണവാട്ടിയും ഞാൻ സമ്പൂർണ്ണം നിറവുള്ളവരുമായി തീരുവാനിടയാകണമേ. ദൈവമേ, ഇവരുടെ വിവാഹം സകല മാലിന്യങ്ങളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും അകന്നിരിക്കുവാൻ കൃപയോടെ നീ സംഗതിയാക്കണമേ. ദൈവം തമ്പുരാനെ, ഏകത്തിലും പരത്തിലും ഭംഗമായി ഇവരെ നീ സന്തോഷിപ്പിക്കുമാറാകണമേ. നശ്വരമായ ഈ മണവറയിൽ ഇവരുടെ ആയുഷ്കാലം മുഴുവനും വിവിധ തരത്തിൽ ഇവരെ അലങ്കരിക്കുകയും ഇറയന്മാരും മാലാഖമാരും ഇടപെടാതെ സന്തോഷിച്ചു കൊണ്ടിരിക്കുന്ന ആ സ്വർഗീയ മണവറയിലേക്ക് കരുണയോടെ ഇവരെ ആനയിക്കുകയും ചെയ്യണമേ. ദൈവമേ, തിരുമുമ്പാകെ Amen.
ഈ മോതിരങ്ങളെ ആശീർവദിക്കുന്ന പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. വിശുദ്ധ സഭാസന്താനങ്ങളുടെ സന്തോഷപൂർത്തിക്കായി പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ ഈ മോതിരങ്ങൾ ആശീർവദിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ വലത്ത് എവിടെയെങ്കിലേക്ക് നീട്ടപ്പെടുകയും നിന്റെ നിശ്ചയത്തിനുള്ള മോതിരത്തോടുകൂടെ അവിടുത്തെ കൃപയും അനുഗ്രഹവും നിനക്ക് ലഭിക്കുകയും ചെയ്യുമാറാകട്ടെ. കൃപ നിറഞ്ഞതും അനുഗ്രഹപ്രദമായ ആയുഷ്കാലം മുഴുവനും ഇന്നോടുകൂടെ ഉണ്ടായിരുന്നു നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ അനുഗ്രഹപൂർണ്ണമായ വലത്ത് അദൃശ്യമായി നിങ്ങളിലേക്ക് നീട്ടപ്പെടുകയും വിശുദ്ധ സ്ത്രീയന്മാരിൽ നിന്ന് പോലെ ആചാര്യന്മാരുടെ കൈകളിൽ നിന്ന് നിന്റെ നിശ്ചയത്തിനുള്ള മോതിരം നീ പ്രാപിക്കുകയും ചെയ്യുമാറാകട്ടെ. ആത്മശരീരങ്ങളുടെ സ്വസ്ഥതയോടും സന്തോഷത്തോടും കൂടെ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും നീ സ്വീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. വിശുദ്ധാസഭയുടെ സന്തോഷത്തെ തന്റെ മെസ്സിഹ മൂലം പൂർത്തീകരിച്ച ദൈവമായ കർത്താവ് പരസ്പര വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഈ നമ്മുടെ മക്കളെ സത്യത്തിലും നീതിയിലും സമ്പൂർണ്ണരാക്കുകയും ഇവർ ധരിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളോടുകൂടി സ്വർഗീയ അനുഗ്രഹങ്ങൾ ഇവർക്ക് നൽകുകയും പരിഭാഗതയാൽ ഇവരെ അലങ്കരിക്കുകയും വിനയത്താൽ ഇവരെ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. ഇസഹാക്കിന്റെയും റിബേക്കായുടെയും വിവാഹ നിശ്ചയത്തെ സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരെ നീതിയാകുന്ന മോതിരങ്ങൾ കൊണ്ട് പൂർണ്ണരാക്കട്ടെ. മണവാളിനെ തന്റെ രക്ഷയാൽ ആനന്ദിപ്പിക്കുകയും മണവാട്ടിയെ ശാശ്വതവും അക്ഷയവുമായ മനോഹര ഭൂഷണങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങളെക്കാൾ മഹിമയേറിയ വെടിപ്പിൻ മുദ്ര കൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടുമാറാകട്ടെ. ഇവരുടെ അന്യോന്യ ബന്ധവും ചേർച്ചയും തൻ്റെ പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവ വളർച്ചയ്ക്കും ഉതകുവാൻ ദൈവമായ കർത്താവ് സംഗതിയാകട്ടെ. സകല കപട സ്നേഹത്തെ ഇവരിൽ നിന്ന് നീക്കിക്കളയുകയും അന്യോന്യം സ്നേഹിപ്പാനായി സ്നേഹാഗ്നി കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യം കൊണ്ട് ഇവരെ അലങ്കരിക്കുമാറാകട്ടെ. സുരഭിലങ്ങളായ ശുശാന പുഷ്പങ്ങളെക്കാൾ സൗരഭ്യമേറിയ പരിഭാഗതയാൽ ഇവരുടെ മനസ്സാക്ഷിയെ നയിക്കുവാൻ സംഗതിയാക്കട്ടെ. മനുഷ്യവർഗത്തെ വിദ്വേഷിക്കുന്ന അസൂയാലുക്കളായ ദുഷ്ടമനുഷ്യരുടെ കൈകളിൽ നിന്ന് ദൈവം നമ്പുരാൻ ഇവരെ സംരക്ഷിച്ചുകൊള്ളുമാറാകട്ടെ. പാവനമായ വിവാഹത്തിന്റെ നിർമ്മല മാർഗത്തെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്ന് ഇവരെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. കർത്താവ് തന്റെ സന്നിധിയിൽ നല്ല കാലങ്ങളും അനുഗ്രഹ സമ്പൂർണമായ സംവത്സരങ്ങളും ഇവർക്ക് നൽകുമാറാകട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ മഹിമയുടെ മുമ്പാകെ നിൽക്കുന്ന ബലഹീനരും പാപികളുമായ ദാസരാ ഞങ്ങളുടെ പ്രാർത്ഥനകളെ നീ കേൾക്കണമേ. ഇവർക്ക് അനുഗ്രഹീത സന്താനങ്ങളെയും സൗഭാഗ്യകാലങ്ങളെയും നൽകണമേ. സൽപ്രവൃത്തികളാകുന്ന സമ്പാദ്യം ഇവർക്ക് വർദ്ധിപ്പിക്കണമേ. നിന്നിലുള്ള സത്യവിശ്വാസം ഇവരെ സ്ഥിരപ്പെടുത്തിക്കൊള്ളണമേ. അതിൽ തന്നെ സദാസ്ഥിതി ചെയ്യുവാനും ഇവരുടെ മക്കൾക്ക് അതിനെ അവകാശമായി നൽകുവാനും കൃപ ചെയ്യണമേ. ഈ വിരുന്നിനായി ഒരുങ്ങി വന്നിരിക്കുന്നവർക്ക് നിന്റെ കരുണകളും അനുഗ്രഹങ്ങളും സമൃദ്ധിയായിട്ട് നൽകണമേ. നിന്റെ വിജയശ്രീബാലിയും മണവാളിയും മണവാട്ടിയും കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, ഞങ്ങളെല്ലാവരുടെയും മേൽ നിന്റെ കരുണകൾ വർഷിക്കുകയും ചെയ്യുമാറാകണമേ. സഭയാം തിരുസഭയാൻ അത്യുന്നതനുടെ മണവാട്ടി പാവന സഭ ചൊന്നിടുന്നു. വരദേവൻ ഞാൻ ധന്യ വന്ദിക്കുന്നേ വന്നെന്നെ വിട്ടൊരു മണവാളൻ തന്നെ എന്നെ മാമോദീസായ ആദ്യായുധമാണി ോതിരമായൻ സങ്കടമൊടു നിലവിളി കൂട്ടി സിയോനിൽ ഞാൻ ചെന്നപ്പോൾ കബറതിലവനെയൂതന്മാർ വച്ചെന്നവരൻ ഓടോതി ശ്രീമായ ഞാൻ വേട്ടോ
മേലിനു ആധാരേ. ദൈവത്താൽ നീതീകരിക്കപ്പെട്ട ഈ സാക്ഷ്യത്തിനായി ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ, നിങ്ങളുടെ ബുദ്ധിമുട്ടിന് 30, 60, 100 ഇരട്ടിയായി അവിടുന്ന് പ്രതിഫലം നൽകുമാറാകട്ടെ. എപ്പോഴും നിങ്ങൾക്ക് നന്മകൾ നൽകുമാറാകട്ടെ. നമ്മുടെ കർത്താവിൻ്റെ സ്നേഹ രാവും പകലും നിങ്ങളോടുകൂടെ സ്ഥിതി ചെയ്ത് ദുഷ്ടനിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഒരു വിവാഹ കൂദാശയുടെ അനുഗ്രഹിക്കപ്പെട്ടതായ അനുഭവത്തിലാണ് ഞാനും നമ്മളും ആയിരിക്കുന്നത്. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്മയും അനുഗ്രഹവുമല്ല എന്ന് ദൈവം മനസ്സിലാക്കി ദൈവം ഈ ഭൂമിയിൽ ശ്രേഷ്ഠമായ ഭവനത്തെ അല്ലെങ്കിൽ കുടുംബത്തെ ആക്കി വെച്ചു. ദൈവികമായ കൽപ്പനയുടെ പരിണിത ഫലമാണ് കുടുംബമെന്ന് പറയുന്നത്. ദൈവം കുടുംബത്തിന് നൽകിയതായ സ്നേഹമെന്ന് പറയുന്നത് തൻ്റെ രക്തത്തിൻ്റെ വിലയുള്ളതായ സ്നേഹമാണ് ദൈവം തമ്പുരാൻ കുടുംബ ജീവിതത്തിന് നൽകിയത്. ഈ ലോകത്തുള്ളതായ ജനങ്ങൾ മുഴുവനും പാപത്തിലേക്ക് നിബന്ധിക്കുമ്പോൾ സ്വർഗത്തിലായിരുന്നവൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഈ മനുഷ്യവർഗത്തെ മുഴുവനും തന്നോട് ചേർത്തണയ്ക്കുന്നതിന് വേണ്ടി തൻ്റെ കരവലയത്തിനുള്ളിലേക്ക് സുരക്ഷിതത്വത്തിൻ്റെ അനുഭവത്തിലേക്ക് ആക്കുന്നതിന് വേണ്ടി ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചു, തൻ്റെ ജീവനെ നൽകുവാൻ തക്കവണ്ണം സ്നേഹിച്ചു എന്നുള്ളത് ഓരോ മനുഷ്യനെയും ഓരോ കുടുംബത്തെയും ദൈവം സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ വെളിപ്പെടലായി കാണുവാൻ നമുക്ക് സാധിക്കും. ഈ മണവാളനും മണവാട്ടിയും വ്യത്യസ്തമായ സാഹചര്യത്തിൽ ജനിച്ച് വളർന്ന് പഠിച്ച് അവർ ജോലിയുടെ അനുഭവത്തിലായിരിക്കുമ്പോൾ ഈ അനുഗ്രഹിക്കപ്പെട്ടതായ ദൈവാലയത്തിൽ വെച്ച് ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ദൈവം ഇവരെ ഒന്നു ചേർക്കുമ്പോൾ ഇവരുടെ സ്നേഹവും മുഴുവനും നൽകുന്നതായ സ്നേഹം ആയിരിക്കണം. മണവാളൻ്റെ കയ്യിൽ നിന്ന് എന്ത് ലഭിക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ മണവാട്ടി ഒരിക്കലും തൻ്റെ ഭർത്താവിനെ സ്നേഹിക്കുവാൻ പാടില്ല. തൻ്റെ ഭാര്യയായ മണവാട്ടിയിൽ നിന്ന് എന്ത് ലഭിക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഭർത്താവായിരിക്കുന്ന മണവാളൻ അവളെ സ്നേഹിക്കുവാൻ പാടില്ല. പിന്നെയോ അവൾക്ക് എന്തു കൊടുക്കാം, അവന് എന്തു കൊടുക്കാം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ തൻ്റെ പല സുഖങ്ങളും തൻ്റെ പല ആഗ്രഹങ്ങളും തൻ്റെ പല നേട്ടങ്ങളെയും ദൈവം തനിക്ക് തരുന്നതായ ഇണയെ പ്രതി തുണയെ പ്രതി നഷ്ടപ്പെടുത്തുവാൻ ഈ ദമ്പതികൾ തയ്യാറാകുമ്പോഴാണ് ഇവരുടെ കുടുംബജീവിതം അനുഗ്രഹമായി തീരുക. കുടുംബജീവിതം എന്ന് പറയുന്നത് ഭാര്യയും ഭർത്താവും എല്ലായ്പ്പോഴും ജയിക്കുകയല്ല, പിന്നെയോ ഭാര്യയും ഭർത്താവും തോൽക്കുകയാണ് ചെയ്യേണ്ടത്. ഇത്രയും നാളും ഇവരുടെ മാതാപിതാക്കളുടെ മുമ്പിൽ അവരുടേതായ കാര്യങ്ങൾ സാധിക്കുന്നതിന് വേണ്ടി അവരുടേതായ നേട്ടങ്ങൾക്ക് വേണ്ടി മല്ലുപിടിച്ച് നിന്നു എങ്കിൽ ഈ നിമിഷം മുതൽ ഭാര്യ ഭർത്താവിൻ്റെ മുമ്പിലും ഭർത്താവ് ഭാര്യയുടെ മുമ്പിലും തോറ്റുകൊടുക്കുവാനുള്ളതായ വിനയപ്പെടുവാനുള്ളതായ താഴ്മയുടെ അനുഭവത്തിലായിരിക്കുവാനുള്ളതായ ഒരു അനുഗ്രഹീതമായ കൃപ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ആദിമനീതി നിറവാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാലിദാസരെ ദേവാ ദയ ചെയ്തിടണമേ. ഔവയോടാകാ നിന്നെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാലിദാസരെ ദേവാ ദയ ചെയ്തിടണമേ. സാരയോടപറ നീ
നിന്നെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാലി ദാസരെ വാഴ്ത്തേ ദേവാ ദയ ചെയ്തിടണമേ റഫ്കയോടി സഹാ നിന്നെ വാഴ്ത്തിയ ദൈവം